Hello guys, welcome back to my YouTube channel. This is Shraddha and you're watching Angel Vlogs. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എന്ന് വേണമെങ്കിൽ പറയാം. അടുത്ത ദിവസം കോളേജ് ഡേ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ കോളേജ് ഡേക്ക് വേണ്ടി ബ്ലൗസ് വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ പുറത്ത് പോവുകയാണ്. അതാണ് ഞാൻ അതിൽ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത്. ബസ് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ. ബസ്സിൽ ഇറങ്ങിയത് അവിടെ എത്തിയപ്പോൾ അവിടുന്ന് ബ്ലൗസൊക്കെ വാങ്ങിച്ച് ഇറങ്ങി. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ഫാൻസിയിലും കയറിയിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ മെഹന്തിയും ഒരു ഐലൈനറും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ കയ്യിൽ ഐലൈനർ ഇല്ല, തീർന്നു പോയി. ഞാൻ മാക്സിമം യൂസ് ചെയ്യാറില്ല, പക്ഷെ വേണം എനിക്ക്. ഞാൻ ആകെ ഒരെണ്ണം മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ, വേറൊന്നും മെയിനായിട്ട് യൂസ് ചെയ്യാറില്ല. അപ്പോൾ നമുക്ക് മെഹന്തി ഇടുന്നതിൽ പോവാം. ഞാൻ മെഹന്തി ഇടുന്നുണ്ട്. അപ്പോൾ പകുതി ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഇട്ടപ്പോൾ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുള്ളാക്കാൻ വേണ്ടി കുറേ വീഡിയോ എടുത്തിട്ടുണ്ട്. വലിയ വീഡിയോ ആണ് കേട്ടോ. അത് കണ്ടോ, ഫുള്ളാക്കിയിട്ടുണ്ട്. താഴെ ഒരു ബട്ടർഫ്ലൈയും വെറുതെ വരച്ചു കൊടുത്താണ്. ഗൈസ്, ഞാനിവിടെ നാളത്തേക്കുള്ള ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്യാനെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഡ്രസ്സ്. താഴെ വെച്ച് കാണിച്ചു തരാം, എന്നാലും ശരിയാവുള്ളൂ. ബ്ലൗസും പിന്നെ ഈ ഒരു സാരിയുമാണ് കേട്ടോ. പിന്നെ അത് പാവാട ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനിപ്പോൾ നാളെ ഉടുക്കുമ്പോൾ കാണാം. അതായത് ഞാൻ ആദ്യമായിട്ടാണ് സാരി എടുക്കുന്നത്. ഇതുവരെ ഞാൻ സാരി എടുത്തിട്ടില്ല. അപ്പോൾ എങ്ങനെയുണ്ടാവും എക്സ്പീരിയൻസ് ഒന്നും എനിക്കറിയത്തില്ല. അമ്മയാണ് എടുത്തു തരാം. കാരണം എനിക്കത് കറക്റ്റായിട്ട് അറിയില്ല. എടുത്തു കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ഓക്കെ, ഇന്നല്ല നാളെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് വീഡിയോസ്, അതായത് കുറച്ച് ഈ ബ്ലൗസൊക്കെ വാങ്ങാൻ പോകുന്ന വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഒരുമിച്ച് ഇടാമെന്ന് വിചാരിച്ചു. 2 ദിവസത്തെയും കൂടെ ഒരുമിച്ച് ഇടാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഇതാ മെഹന്തി ഇട്ടിട്ട് സെറ്റായിട്ടുണ്ട്. ഇതാ ബാക്കത്തേനെക്കാട്ടും ഫ്രണ്ടിലാണ് കുറച്ചും കൂടെ ബെറ്ററായിട്ട് വരിക. അപ്പോൾ ഈ കയ്യിൽ ഇടണം എന്നുണ്ടായിരുന്നു, പക്ഷെ വേണ്ട, അതിന് കുറേ നേരം വയ്ക്കണം. ഇതന്നെ ഞാൻ ഇട്ടിട്ട് ഉറങ്ങിപ്പോയി. സത്യം പറഞ്ഞാൽ അതാണ് റിയാലിറ്റി. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാത്തതുകൊണ്ട് ഞാൻ വൈകുന്നേരമാണ് കേട്ടോ ഫുഡ് കഴിക്കുന്ന. ദോശയും എന്തൊരു കറിയും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു മിൽക്ക് ഷേക്ക് കുടിച്ചായിരുന്നു, ചോക്ലേറ്റിൻ്റെ. അത് കഴിഞ്ഞിട്ടൊരു ഉപ്പിലിട്ട മാങ്ങ. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റാണ്. എനിക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം രാവിലെ ഞാൻ സാരിയൊക്കെ എടുത്ത് റെഡി ആയിട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീഡിയോ ഫുള്ള് സെറ്റായിട്ട് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എല്ലാവരും. ഇടയിൽ കൂടെ ഞാനൊരു ട്രാൻസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഇടാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് പറയുക. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കുറച്ച് ഡാൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ കുട്ടികളുടെ ഡാൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ഡാൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ ഓഡിയോ എനിക്ക് ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇതിൻ്റെ വീഡിയോ ഫുള്ള് ഇടാം. ഇത് കുറേ മിനിറ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഞാൻ ഇടാം വീഡിയോ. അപ്പോൾ ഞങ്ങളിതാ ഡാൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ നേരം ഉണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ വലിയ ലോങ് വീഡിയോ ഇടുന്നത്. അപ്പോൾ കുറേ നേരം ഈ വീഡിയോ പോകുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങളുടെ ഒരു മുന്തിരി എന്ന് പറഞ്ഞ ഒരു സോങ്ങിലായിരുന്നു ആദ്യത്തെ ഡാൻസ്. രണ്ടാമത്തെന്ന് പറയുന്നത് വേറെ എന്തോ ആയിരുന്നു. രണ്ടാമത്തെന്ന് പറയുന്നത് പഞ്ചായത്തിലെ സോങ്ങല്ലേ, ആ ഒരു സോങ്ങായിരുന്നു. അത് ഞങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളതൊക്കെ ഞാൻ കുറച്ച് സ്പീഡാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കുറിച്ചി മടത്തപ്പെട്ടിയോ അങ്ങനെ എന്തോ ഒരു സോങ്ങല്ല, അതുണ്ടായിരുന്നു. ലാസ്റ്റ് വരെ നിങ്ങളെല്ലാവരും കാണണം. ലാസ്റ്റ് സോങ്ങാണോ അടിപൊളി. അപ്പോൾ ഇത് പഞ്ചായത്തിലെ സോങ്ങാണ് കേട്ടോ ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അണ്ണാത്തെ ആ പാട്ടുണ്ടായിരുന്നു, അതാണ് കേട്ടോ ഇത്. നെക്സ്റ്റ് ഇവർ ഡയലോഗ് പറയണമായിരുന്നു. പിന്നെ അതന്നെ മറ്റേ കുറിച്ചി മടത്തപ്പെട്ടി ആ പാട്ട് ഞാൻ സ്പീഡാക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞു. നെക്സ്റ്റ് ഓരസിക്ക രാജകുമാരി പാട്ട് ഞാൻ പാടുന്നില്ല, ഞാൻ പാടിയാൽ ശരിയാവില്ല. അപ്പോൾ അത് കഴിഞ്ഞു. അതിൻ്റെ ലൈനപ്പായിട്ടുള്ള സ്റ്റെപ്സ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ പാട്ട് തന്നെ കുറേ ലോങ്ങായി.
അപ്പോൾ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വേറെന്തോ താളം തട്ടി തോക്കും അങ്ങനെ എന്തോ ഒരു പാട്ടുണ്ട്, അത് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ അതൊരു പെയർ ഡാൻസ് ആയിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ രണ്ട് പേരായിട്ട് പെയറായിട്ടുള്ള ഒരു ഡാൻസായിരുന്നു. നെക്സ്റ്റ് അതന്നെ അത് കുറേ ദൂരമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞു, ഏകദേശം കഴിഞ്ഞാൽ സ്പീഡാക്കി വിട്ടുകൊണ്ട് വേഗം കഴിഞ്ഞു. പിന്നെ നെക്സ്റ്റ് ഞങ്ങളുടെ അതായത് ഇവരുടെ ഡയലോഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേറെ പിന്നെ സക്കത്ത ഗൗളെ ആ പാട്ടുണ്ടായിരുന്നു, അത് ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതും ലൈനപ്പായിട്ടുള്ളതാണ്, ലാസ്റ്റത്തെ ഇതായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഡാൻസ് നാക്കുമുക്ക സോങ്ങിലെ അതിൻ്റെ കണ്ണാടിയൊക്കെ ഇട്ടിട്ടുള്ള ഡാൻസാണ്. അത് സെറ്റായിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പോൾ അതും ഏകദേശം ഇടയ്ക്കിടയ്ക്ക് പെയറപ്പായിട്ടുള്ള വരുന്ന ഒരു ഡാൻസ് തന്നെയാണ്. അപ്പോൾ അത് കഴിഞ്ഞതോടെ ഞങ്ങളുടെ കഴിഞ്ഞു. ഇതാണ് ലാസ്റ്റ്. അപ്പോൾ അതിന് കുറേ നേരം ഉണ്ട്, ഞങ്ങൾ സ്റ്റെപ്പൊക്കെ പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഏകദേശം ഞങ്ങളുടെ ഡാൻസ്. അപ്പോൾ കഴിഞ്ഞു.